Hi Cadets and welcome back to my channel. Cadets 2026 എയർഫോഴ്സ് 01/2027 ഇൻടേക്കിൻ്റെ സ്റ്റേജ് 2 ആഗസ്റ്റ് 2nd വീക്ക് മുതൽ സ്റ്റാർട്ടാകാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി ആൺകുട്ടികളും പെൺകുട്ടികളും തയ്യാറെടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് 2ലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സ് സ്റ്റേജ് 2 ഇൻടേക്കിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് എയർഫോഴ്സ് സ്റ്റേജ് 2വിൻ്റെ കാര്യം പറഞ്ഞാൽ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? 01/2027 ഇൻടേക്കാണ്. എയർഫോഴ്സ് സ്റ്റേജ് 2വിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേജ് 2വിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്, ഇതൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അവിടെ എങ്ങനെയാണ് ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് SRTയും GDയും പാസ്സാകാം എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. കാരണം മിക്ക കുട്ടികൾക്കും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സ്റ്റേജ് 2വിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്റ്റേജ് 2വിലേക്കുള്ള സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റിൻ്റെയും ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനിൽ കൂടിയും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റേജ് 2 പാസ്സാകാൻ പറ്റുന്നതായിരിക്കും, വളരെ കുറഞ്ഞ ഫീസിൽ. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നതിന് വരെ തീർച്ചയായും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, സ്റ്റേജ് 2വിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷനും അതുപോലെ തന്നെ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക. എന്താണ് പറയാൻ പോകുന്നത്? ഗ്രൂപ്പ് ഡിസ്കഷൻ, അതേപോലെ തന്നെ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്യുന്നില്ല, കാരണം വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അതനുസരിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നിങ്ങൾ കവർ ചെയ്താലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ പാസ്സാവാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, വാട്ട് ഈസ് എയർഫോഴ്സ് ഫേസ് 2? എന്തുകൊണ്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഫേസ് 2 ടെസ്റ്റിൽ SRTയും അതേപോലെ തന്നെ GDയും മറ്റ് പല ടെസ്റ്റുകളും ആഡ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫേസ് 2വിൽ മറ്റെല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറൻ്റ് ആയിട്ടാണ് അവർ സെലക്ഷൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതൊന്നും തന്നെ നേവിയിലും ഇല്ല, അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയിലും ഇല്ല. പക്ഷേ ഇവിടെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ശ്രദ്ധിക്കുന്നത് ഓരോ കേഡറ്റിൽ നിന്നും? ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, വാട്ട് ഈസ് എയർഫോഴ്സ് ഫേസ് 2? നോക്കൂ കുട്ടികളെ, ഈ ഒരു ടെസ്റ്റിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഒരിക്കലും നിങ്ങളുടെ അക്കാഡമിക് നോളജ് അല്ല ചെക്ക് ചെയ്യുന്നത്. കാരണം അക്കാഡമിക് നോളജ് ആൾറെഡി ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റേജ് 1ൽ കൂടി നിങ്ങളുടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. സ്റ്റേജ് 1ൽ ഏത് കേഡറ്റാണോ കൂടുതൽ മാർക്ക് നേടിയിരിക്കുന്നത് അവർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിക് നോളജ് അവിടെ ആൾറെഡി ഇന്ത്യൻ എയർഫോഴ്സ് ക്യാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കൂ. സോ യുവർ പേഴ്സണാലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഫിസിക്കൽ ഫിറ്റ്നസ് എന്നീ കാര്യങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം ഇന്ത്യൻ എയർഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ടെസ്റ്റുകളാണെന്ന് നോക്കൂ കുട്ടികളെ. നിങ്ങളുടെ പേഴ്സണാലിറ്റിയും കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊരു ടെസ്റ്റിൽ കൂടി കണ്ടുപിടിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു ക്വാളിറ്റി സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആൻഡ് സൈക്കോമെട്രിക് ടെസ്റ്റിൽ കൂടി കണ്ടുപിടിക്കുന്നതാണ്. നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സോ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ കൂടി കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫേസ് 2വിലുള്ള ഓരോ ടെസ്റ്റിനകത്തും ഓരോ ക്വാളിറ്റീസ് ഇരിപ്പുണ്ട്. അതാണ് ഇന്ത്യൻ എയർഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ? അപ്പോൾ എന്തുകൊണ്ടാണ് ഫേസ് 2 നടത്തുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. മറ്റൊരു ചാനലിൽ നിന്നും ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫേസ് 2വിൽ നിങ്ങൾ അവിടെ രാവിലെ 5 മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡോക്യുമെൻറ്റേഷൻ കാണും അവിടെ. അതിനുശേഷം PFT ആണ്. അത് കഴിഞ്ഞാൽ ഉടനെ SRT ആണ്. SRT കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഇതെല്ലാം ഒറ്റ ദിവസത്തിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം പിന്നെയാണ് മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. മെഡിക്കൽ ടെസ്റ്റ് മിനിമം 5 ഡേയ്സ്, മാക്സിമം 50 ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങളുടെ ഡേറ്റ് ലഭിക്കുന്നത്. അതേ ദിവസം തന്നെ മെഡിക്കൽ ടെസ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സ് ഒരിക്കലും നടത്തത്തില്ല. ക്ലിയർ? അതിനുശേഷം PSL ലിസ്റ്റ്, പിന്നെ എൻറോൾമെൻറ്റ് ലിസ്റ്റ്. ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി. നോക്കൂ കുട്ടികളെ, സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്, അതായത് DV ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 2ന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ആ ഒരു വീഡിയോ എല്ലാ കുട്ടികളും കയറി കാണുക. ഇനി നെക്സ്റ്റ് ആണ് PFTയുടെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വരുന്ന മെയിൻ ഇവൻറ്റുകളാണ് 1.6 കിലോമീറ്റർ റണ്ണിങ്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. പിന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വരുന്ന ഇവൻറ്റുകളാണ് സ്ക്വാഡ്സ് വരും, പുഷപ്പ് വരും, സിറ്റപ്പ് വരും എന്നീ ഇവൻറ്റുകളാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ പുഷപ്പ് എന്നൊരു ഇവൻ്റ് ഇല്ല, ആൺകുട്ടികൾക്ക് മാത്രമാണ് പുഷപ്പ് എന്നൊരു ഇവൻറ്റ് വരുന്നത്. അത് പാസ്സാൽ ഉടനെ തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ SRT ആണ്, അതായത് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. നോക്കൂ കുട്ടികളെ, ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾക്ക് അവിടെ ടോട്ടൽ
35 ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും. എത്രയാണ്? 35 ക്വസ്റ്റ്യൻ ലഭിക്കും. എത്രയാണ് ടൈം ലഭിക്കുന്നത്? 30 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ 30 മിനിറ്റ്സിനുള്ളിൽ 35 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. തീർച്ചയായും അറ്റൻഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളവിടെ റിജക്റ്റ് ആവുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മിസ് ചെയ്താലും നിങ്ങളവിടെ റിജക്റ്റ് ആവുന്നതായിരിക്കും. അത്ര പെർഫെക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ ഈ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 35 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്സ്. ഇനി നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് അവിടെ വരുന്നതെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി നിങ്ങൾ SRTയുടെ സെപ്പറേറ്റ് ക്ലാസ് ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മുടെ ഓഫീസ് നമ്പർ കോൺടാക്ട് ചെയ്ത് പറഞ്ഞാലും മതി. നമ്മൾ സെപ്പറേറ്റ് ലൈവ് സെഷൻ വെക്കുന്നതായിരിക്കും SRTയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട്. മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ഞാൻ ലൈവിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ബട്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ഒന്ന് പറയുക, ഇതാണ് SRTയുടെ ക്ലാസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, സാർ ഒന്ന് അപ്ലോഡ് ചെയ്യുമോ എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഡെഫിനറ്റ്ലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലൈവിൽ വന്നിട്ടും ഒരു കേഡറ്റ് പോലും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ലൈവ് ചെയ്തിട്ടും ഒരു ബെനിഫിറ്റും ഇല്ല. മനസ്സിലായി? നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. ഹിസ് കോച്ച് വാണ്ടഡ് ടു ഗീവ് ചാൻസ് ടു ഹിസ് ഓൺ സൺ വെറാസ് ഹി ബീയിങ് ക്യാപ്റ്റൻ ഓഫ് ടീം വാണ്ടഡ് സം അതർ പ്ലെയർ ടു പ്ലേ ദ മാച്ച്. ഇവിടെ ഞാൻ മലയാളം ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ലഭിക്കുന്നത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും, മലയാളത്തിൽ ലഭിക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മലയാളം ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷനാണ് കംപ്ലൈൻറ്റ് ടു ദ ബോർഡ് ആൻഡ് ടേക്ക് ലീഗൽ ആക്ഷൻ എഗൈൻസ്റ്റ് ഹിസ് കോച്ച്. സെക്കൻഡ്, ഡിസ്കസ്ഡ് വിത്ത് ഹിസ് കോച്ച് ടു ഗീവ് ചാൻസ് ടു ദിസ് പ്ലെയർ ആൻഡ് ആഫ്റ്റർ ദിസ് മാച്ച് ടൂർണമെൻറ്റ് വി വുഡ് ആൾസോ ഗീവ് ചാൻസ് ടു ഹിം ആൻഡ് ടു ജഡ്ജ് ദെയർ പെർഫോമൻസ്. തേർഡ്, അക്സെപ്റ്റഡ് ദ കോച്ച് ഡിസിഷൻ. ഫോർത്ത്, ഇംപ്ലിമെൻറ്റഡ് ഹിസ് ഡിസിഷൻ വിത്തൗട്ട് കൺസെൻറ്റ് വിത്ത് ഹിസ് കോച്ച്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, എന്നാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പല കുട്ടികളുടെയും ആൻസർ ഡിഫറൻ്റ് ആയിരിക്കും. ചിലർക്ക് പോസിറ്റീവ് ആൻസർ കിട്ടും, ചിലരുടെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും, ചിലരുടെ ന്യൂട്രൽ ആയിരിക്കും. പ്രോപ്പർ ആൻസർ ആയിരിക്കണം നിങ്ങളവിടെ ചെയ്യേണ്ടത്. നെഗറ്റീവ് ആൻസർ ഒരിക്കലും നിങ്ങൾ ടിക്ക് ചെയ്യരുത്. നോക്കൂ കുട്ടികളെ, ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിളായിട്ട് ഞാനൊരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്, മാച്ച് വരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കോച്ച് പറയുകയാണ് നെക്സ്റ്റ് മാച്ചിൽ കോച്ചിൻ്റെ മോനെ കളിപ്പിക്കണമെന്ന്. ഞാൻ പറയുന്ന ടീമിലെ ഒരു പ്ലെയറെ കളിപ്പിക്കണമെന്ന്. എങ്കിൽ എൻ്റെ ഡിസിഷൻ എന്തായിരിക്കും? ഞാൻ ടീം ക്യാപ്റ്റനാണ്, എൻ്റെ കോച്ചുണ്ട്, കോച്ച് പറയുന്നു എന്താണ് അദ്ദേഹത്തിന് മോനെ കളിപ്പിക്കണം ആ ഒരു മാച്ചിൽ. അപ്പോൾ ഞാൻ എന്ത് ഡിസിഷൻ എടുക്കും? അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? അദ്ദേഹത്തിൻ്റെ പരിശീലകൻ സ്വന്തം മകന് അവസരം നൽകാൻ ആഗ്രഹിച്ചപ്പോൾ ടീം ക്യാപ്റ്റനായ അദ്ദേഹം മറ്റൊരു കളിക്കാരനെ കൊണ്ട് മത്സരം കളിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം എന്ന് പറയുന്നതാണ് നിങ്ങൾ, അതായത് എക്സാം എഴുതുന്ന ആൾ, അതായത് ഞാൻ. മനസ്സിലായോ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? നോക്കൂ, ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻ. കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു തരാം. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നോക്കൂ കുട്ടികളെ, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. എന്താണ് ബി ആണ്? ഡിസ്കസ്ഡ് വിത്ത് ഹിസ് കോച്ച് ടു ഗീവ് ചാൻസ് ടു ദിസ് പ്ലെയർ ആൻഡ് ആഫ്റ്റർ ദിസ് മാച്ച് വി വുഡ് ആൾസോ ഗീവ് ചാൻസ് ടു ഹിം ആൻഡ് ടു ജഡ്ജ് ദിയർ പെർഫോമൻസ്. ആദ്യം എന്താണ്? കോച്ചുമായിട്ട് ഡിസ്കഷൻ ചെയ്യും, ചർച്ച നടത്തും. എന്നിട്ട് എന്താണ്? ആൾ കളിക്കാരന് അവസരം നൽകാനും. ആദ്യം ആരാണ്? ആ ടീം ക്യാപ്റ്റൻ പറഞ്ഞ കളിക്കാരന് അവസരം നൽകാനും ഈ മത്സരത്തിനോ അല്ലെങ്കിൽ ടൂർണമെൻറ്റിന് ശേഷം പരിശീലകൻ്റെ മകനും അവസരം നൽകാമെന്ന് അവരുടെ പ്രകടനം വിലയിരുത്താനും രണ്ടുപേരും കൂടി തീരുമാനിക്കും. മനസ്സിലായ? അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് റിപ്ലൈ ലഭിച്ചിരിക്കുകയാണ്. ബാക്കി 3 ഓപ്ഷനും നിങ്ങൾ നോക്കൂ. 3 ഓപ്ഷനും കറക്റ്റ് അല്ല, നെഗറ്റീവ് ഓപ്ഷൻസ് ആണ്. സോ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്. ഇനി ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്യാം. ഇതെല്ലാ കുട്ടികളും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഞാനൊരു 10 സെക്കൻഡിലേക്ക് ഒന്ന് പോസ് ചെയ്യുകയാണ്. നോക്കൂ, എല്ലാവരും കാണുക. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാ കുട്ടികളും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഏതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന്. ക്ലിയർ? ഹി വാസ് ആസ്ക്ഡ് ടു കണ്ടക്ട് എ പ്ലേ ഓൺ ദ ഒക്കേഷൻ ഓഫ് സ്കൂൾ ആനുവൽ ഡേ ഫോർ വിച്ച് ഹി സെലക്ടഡ് ബെസ്റ്റ് ഫോർ ദ പെർഫോമൻസ് ഫ്രം സ്കൂൾ. 2 days ബിഫോർ ഹിസ് പ്രിൻസിപ്പൽ ആഫ്റ്റർ ചെക്കിംഗ് ദ പ്രിപ്പറേഷൻ ആസ്ക്ഡ് ഹിം ടു ചേഞ്ച് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ പ്ലേ. ഹി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹീറോയാണ്. ആരാണ് ഹീറോ? നിങ്ങൾ എക്സാം എഴുതുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഈ ഒരു സിറ്റുവേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഇതിന് റിപ്ലൈ കൊടുക്കണം പ്രോപ്പറായിട്ടുള്ള. സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഒരു സിറ്റുവേഷൻ വരുന്നു, നിങ്ങളതിനെ റിയാക്ട് ചെയ്യുന്നു, അതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ, ആ ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി. ക്ലിയർ? അപ്പോൾ എല്ലാ കുട്ടികളും പ്രോപ്പറായിട്ട് ഇതിന് റിപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നോക്കാം ഗ്രൂപ്പ് ഡിസ്കഷൻ. എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ? ഇതും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നതെന്ന്. ഇന്ത്യൻ എയർഫോഴ്സ്. ക്ലിയർ? SRT പാസ്സായാൽ പിന്നെ നിങ്ങളെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. നോക്കൂ കുട്ടികളെ, എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ ഇന്ത്യൻ എയർഫോഴ്സ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നോക്കൂ, കോൺഫിഡൻസ് ഇൻ സ്പീക്കിംഗ്. ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ നിങ്ങൾ എത്ര കോൺഫിഡൻസോടെയാണ് സംസാരിക്കുന്നത് അതവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ആ സംസാരത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കേഡറ്റിന് കോൺഫിഡൻസ് ഉണ്ടെന്ന്. നെക്സ്റ്റ്, ക്ലാരിറ്റി ഓഫ് തോട്ട്സ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ടോപ്പിക്കിനകത്ത് നിങ്ങൾ ഓരോ പോയിന്റ് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കേഡറ്റിന് ഒരു ടോപ്പിക്കിനകത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന്.
പറയുന്നതിനകത്ത് പ്രോപ്പർ പോയിൻ്റ് ഉണ്ട്, അത് ഓരോ വാല്യുബിൾ പോയിൻ്റ് ആണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഉള്ളൊരു കേഡറ്റ് ആണെന്ന് അറിയാൻ പറ്റും. ക്ലിയർ. നെക്സ്റ്റ് ആണ് ടീം കോർഡിനേഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കുകയും വേണം, എന്നാൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അതിനകത്ത് നിന്ന് എന്താണ് ടീം കോർഡിനേഷൻ അറിയാൻ പറ്റും. ക്ലിയർ. ലിസണിങ് സ്കിൽ. നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കുകയും അതിന് അഗ്രി ആൻഡ് ഡിസഗ്രി നിങ്ങൾ ചെയ്യുകയും ചെയ്യണം. അതിനകത്ത് നിങ്ങളുടെ ലിസണിങ് സ്കിൽ അറിയാൻ പറ്റും. ഗ്രൂപ്പ് ഡിസ്കഷൻ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ ഓഡിയോയിൽ കൂടി ടോപ്പിക് കേൾക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ അത് കറക്റ്റായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങളുടെ ലിസണിങ് സ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നെക്സ്റ്റ് ആണ് ലോജിക് ആൻഡ് എക്സാമ്പിൾ. അതായത് നിങ്ങൾക്ക് കിട്ടിയ ടോപ്പിക്കിനകത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ ലോജിക് അനുസരിച്ച് എക്സാമ്പിൾസ് ആയി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അവിടെ ലോജിക്ക് എത്രയുണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ബോഡി ലാംഗ്വേജ്, ഇതും വളരെ ക്ലിയർ ആയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനകത്തോട് അറിയാൻ പറ്റുന്നതായിരിക്കും. ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് ആ ഒരു ചെയറിൽ ഇരിക്കുന്ന സിറ്റിംഗ് പൊസിഷൻ, കൈയൊന്നും അപ്പ് ചെയ്യരുത്, അവിടെ എന്താണ് നമ്മുടെ ചന്തയിലൊക്കെ മീൻ വിൽക്കത്തില്ല അതേ കണക്കുള്ള സിറ്റുവേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യരുത്, കൈയൊന്നും പൊക്കി ഇങ്ങനെയൊന്നും കാണിക്കരുത്, അതൊക്കെ ബോഡി ലാംഗ്വേജിൽ കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ബോഡി ലാംഗ്വേജിൽ കൂടി തന്നെ നിങ്ങളുടെ എല്ലാ ക്വാളിറ്റീസും അവിടെ ഇരിക്കുന്ന സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഓഫീസർ വളരെ ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷനകത്തുകൂടി അവിടുത്തെ ഓഫീസർ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. നോക്കൂ കുട്ടികളെ, പുതിയ പാറ്റേൺ അനുസരിച്ച് സ്പീച്ച് ബൈ ഓഫീസർ, അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കേഡറ്റിനെയും ഇങ്ങനെ ഇരുത്തുന്നതായിരിക്കും. എങ്ങനെയാണ്? ഈ സെമി സർക്കിളിൽ ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഓഫീസറും ടീം ഇവിടെ ഇരിക്കും. ചിലപ്പോൾ 1 കാണും, ചിലപ്പോൾ 3 കാണും, ചിലപ്പോൾ 2 മെമ്പേഴ്സ് കാണും. ഇവിടെ ഇരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. ക്ലിയർ. നിങ്ങളിങ്ങനെ സെമി സർക്കിളിലായിരിക്കും ഇരിക്കുന്നത്. എങ്ങനെയാണ്? നിങ്ങളിങ്ങനെ സെമി സർക്കിളിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് 2 പേപ്പർ അവിടെ നിന്ന് കിട്ടും. ഒന്ന് റഫ് ഷീറ്റും ഒന്ന് ഫെയർ ഷീറ്റും. ക്ലിയർ. ഈ 2 പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരും. അപ്പോൾ അതിനുശേഷം അവിടെയുള്ള ഇൻ്റർവ്യൂ ഓഫീസർ ഒരു സ്ക്രിപ്റ്റ് സ്പീച്ച് ചെയ്യുന്നതായിരിക്കും. ആ സ്ക്രിപ്റ്റ് ചിലപ്പോൾ അദ്ദേഹം കയ്യിൽ പിടിച്ചുകൊണ്ട് വായിക്കും, ചിലപ്പോൾ ഓഡിയോയിൽ കൂടി നിങ്ങളെ കേൾപ്പിക്കും. ഒരു സ്പീക്കർ കാണും, എന്നിട്ട് ഓഡിയോ ഇടും, അതിനകത്തുകൂടി ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ആ ഓഡിയോ കേൾക്കണം. അതിനകത്തുകൂടി നിങ്ങളുടെ ലിസണിങ് ക്വാളിറ്റി അറിയാൻ പറ്റുന്നതായിരിക്കും. ആ ടോപ്പിക്കിനെ കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കണം. അതെങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് റെക്കോർഡ് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഓഡിയോ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കേട്ട് അത് നിങ്ങളുടെ ഒരു പേപ്പറിൽ എഴുതാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിസണിങ് പവർ അറിയാൻ പറ്റും. മനസ്സിലായോ? അതേ രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്പീച്ച് ലഭിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഓഫീസർ വായിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഓഡിയോയിൽ കൂടിയായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ കൂടുതലും സ്പീക്കറിൽ കൂടിയാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ നിങ്ങൾ കേൾക്കണം. കേൾക്കാനായിട്ട് നിങ്ങൾക്ക് 5 മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ 5 മിനിറ്റിൽ നിങ്ങൾ കേട്ട ആ ടോപ്പിക് ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങളുടെ റഫ് ഷീറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. ഇവിടെ നിങ്ങൾ ഓരോരോ പോയിൻ്റായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. ക്ലിയർ. 5 മിനിറ്റിന് ശേഷം ഇൻ്റർവ്യൂ ഓഫീസർ എന്നാണ് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അദ്ദേഹം 10 മിനിറ്റ് തരും. എത്രയാണ്? 10 മിനിറ്റ് തരും. ഈ 10 മിനിറ്റിൽ നിങ്ങൾക്ക് ലഭിച്ച ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. എവിടെ എഴുതണം? നിങ്ങളുടെ ഫെയർ ഷീറ്റിൽ നിങ്ങൾ എഴുതണം. എന്താണ്? ഫെയർ ഷീറ്റിൽ നിങ്ങൾ എഴുതണം നിങ്ങൾക്ക് ലഭിച്ച ആ ടോപ്പിക്ക്. ക്ലിയർ ആയല്ലോ? അതിനുശേഷം നിങ്ങളടുത്ത് ആ ഒരു ഇൻ്റർവ്യൂ ഓഫീസർ പറയും സ്റ്റോപ്പ് യുവർ റൈറ്റിംഗ് എന്ന്. അപ്പോൾ നിങ്ങൾ നിർത്തണം. നിങ്ങൾ എഴുതുന്നത് നിർത്തിയിട്ട് പേനയും പേപ്പറും എല്ലാം അവിടെ തന്നെ വെച്ചിരിക്കണം. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യും? നിങ്ങളുടെ ഫെയർ ഷീറ്റും അതേപോലെ തന്നെ റഫ് ഷീറ്റും ചിലപ്പോൾ വാങ്ങും, അല്ലെങ്കിൽ പറയും ആ റഫ് ഷീറ്റും ഫെയർ ഷീറ്റും നിങ്ങൾ വെച്ചോളൂ, എന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങാമെന്ന് പറയും. അതിനുശേഷമാണ് നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ആവുന്നത്. എന്താണ്? അതിനുശേഷമാണ് നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ആവുന്നത്. ചിലപ്പോൾ 5 മിനിറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ 10 മിനിറ്റ്സ് ആയിരിക്കും, മാക്സിമം 50 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ ഇരുന്നുകൊണ്ട് പിന്നെ നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ഇനി ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് നിങ്ങളുടെ സെൽഫ് ഇൻട്രോ, നിങ്ങളുടെ ടോപ്പിക് നരേഷൻ, ബാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒന്നും ചെയ്യേണ്ട, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ സ്റ്റേജ് 2വിൻ്റെ SRT, GD എന്നിവയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീസ് എന്ന് പറഞ്ഞാൽ 999 ആണ്. ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഈ SRTയുടെയും GDയുടെയും ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പറായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റേജ് 2ലേക്കുള്ള SRT, GDയുടെ പ്രോപ്പർ ക്ലാസ്സുകൾ, SRTയും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഫുൾ ടിപ്സ് ആൻഡ് ട്രിക്സ്
എങ്ങനെ സെൽഫ് ഇൻട്രോ കൊടുക്കണം, എങ്ങനെ ടോപ്പിക് നരേഷൻ കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് പറയാനുള്ള കുട്ടികളെ, നമ്മുടെ ഇവിടെ എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് 2ലേക്കുള്ള SRT ആൻഡ് GD ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായോ? SRT ആൻഡ് GD ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സ് വൈയുടെ ഫീസാണ്. പിന്നെ ഇത് X ആൻഡ് MAയുടെ ഫീസാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ് അതിനകത്ത് കേട്ടോ. ഇവിടെ പഠിച്ച് കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്റ്റേജ് 2ൻ്റെ SRT ആൻഡ് GD ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഫീസിൽ തന്നെ. ഇത്രയും കുറഞ്ഞ ഫീസിൽ നമ്മുടെ കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാലും, അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാലല്ല, നിങ്ങളൊന്ന് തിരക്കിയാൽ മതി. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതായത് എയർഫോഴ്സ് എക്സിൻ്റെ ഫുൾ ക്ലാസ്, എയർഫോഴ്സ് ഫേസ് 2ൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്, ഫേസ് 2ൻ്റെ SRT ആൻഡ് GD, ഇത്രയും ക്ലാസ്സുകൾ, ഇത്രയും കാര്യങ്ങൾ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. യെസ്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലി ആന ഡിഫൻസ് അക്കാഡമി മാത്രമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻ്റ് ക്ലാസ്സിലേക്ക് ഫുൾ ഫെസിലിറ്റീസ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഡിഫൻസിലായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് കോളിംഗ് നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. നിങ്ങൾ എന്ത് ഡൗട്ട് ആണെങ്കിലും ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു പേരോട് തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.